ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശകടാസുരവധം. കുട്ടികളെ, ഇന്ന് പറയാൻ പോകുന്നത് ശകടാസുരൻ എന്ന അസുരനെ ഭഗവാൻ വധിക്കുന്നതാണ്. ഭൂതനെ വധിച്ച കാര്യം കഴിഞ്ഞ കഥയിൽ പറഞ്ഞല്ലോ. ഭൂതനെ മരിച്ചതറിഞ്ഞ് കംസന് ആ കുഞ്ഞിന് സംശയമുണ്ടായി. ഇവനാണോ എൻ്റെ ഘാതകനെന്ന് സംശയിച്ചു. അതുകൊണ്ട് ഉടൻ തന്നെ ആ കുട്ടിയെ കൊല്ലണമെന്ന് കംസൻ വിചാരിച്ചു. രഹസ്യമായി കൊല്ലണമെന്ന് വിചാരിച്ച് ശകടൻ എന്ന ഒരു മായാവിയായ അസുരനെ അമ്പാടിയിലേക്ക് അയച്ചു. അവൻ നന്ദഗൃഹത്തിൽ ചെന്ന് തക്ക സമയം നോക്കി അദൃശ്യനായി നിന്നു. അങ്ങനെ ഇരിക്കെ കുഞ്ഞിൻ്റെ 3-ാം മാസത്തിലെ പക്കപ്പിറന്നാളിൻ്റെ അന്ന് അവിടെ ആഘോഷമായിരുന്നു. ബ്രാഹ്മണർ വന്ന് കുഞ്ഞിൻ്റെ ദോഷങ്ങൾ മാറാൻ പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഗോപന്മാരും ഗോപസ്ത്രീകളും ആട്ടവും പാട്ടും സ്തുതികളുമൊക്കെ നടത്തി. കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയതിനാൽ യശോദ കുട്ടിയെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കിടത്തി. 3-4 ഗോപന്മാരെ കാവലും നിർത്തിയിട്ട് യശോദ വന്നവരെ സൽക്കരിക്കാൻ പോയി. ഇത് തന്നെ നല്ല സമയമെന്ന് കരുതി മറഞ്ഞിരുന്ന ശകടാസുരൻ തൻ്റെ മായാശക്തി കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്ത് കിടന്ന ഒരു വണ്ടിച്ചക്രത്തിൽ പ്രവേശിച്ചു. അവൻ്റെ മായ കൊണ്ട് ആ ചക്രം മേൽപോട്ട് ഉയർത്തി കുഞ്ഞിൻ്റെ മുകളിൽ വട്ടം കറക്കി. എന്നിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ വീഴത്തക്കവണ്ണം അതിശക്തിയായി താഴോട്ട് വന്നു. എന്നാൽ കുഞ്ഞ് ഉണർന്ന് കാലടിച്ച് കരയാൻ തുടങ്ങി. ആ ചക്രം കുഞ്ഞിൻ്റെ കാലടിയേറ്റ് തകർന്ന് ചിന്നിച്ചിതറി. ശകടം തകർന്നതോടെ അതിൽ ഒളിച്ചിരുന്ന അസുരനും തകർന്നു പൊടിഞ്ഞു പോവുകയും ചെയ്തു. ചക്രം തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് യശോദയും ഗോപസ്ത്രീകളും ഓടി വന്നു. അപ്പോൾ കുഞ്ഞ് ഒന്നും അറിയാത്ത മട്ടിൽ മയങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. യശോദ കുഞ്ഞിനെ വാരിയെടുത്ത് കുട്ടിക്ക് വല്ല കുഴപ്പവും പറ്റിയോ എന്ന് നോക്കി. ഇങ്ങനെ ആപത്തുകൾ വന്നതിനാൽ യശോദയ്ക്കും മറ്റുള്ളവർക്കും എല്ലാം ഭയമുണ്ടായി. എന്നാൽ ശകടാസുരനെയും കാണാഞ്ഞതിനാൽ കംസൻ പിന്നെ തൃണാവർത്തൻ എന്ന ഒരു രാക്ഷസനെ അമ്പാടിയിലേക്ക് അയച്ചു. അവനും മായയാൽ ശരീരം മറച്ച് അമ്പാടിയിലെത്തി. ആ സമയത്ത് യശോദ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുറ്റത്ത് നിൽക്കുകയായിരുന്നു. രാക്ഷസൻ്റെ മായയാൽ കുഞ്ഞിന് ഭാരം കൂട്ടി. അപ്പോൾ യശോദ കുഞ്ഞിന് എന്തോ അസുഖം വരാൻ പോവുകയാണെന്ന് ഭയന്ന് കുട്ടിയെ കിടത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പോയി. ഉടനെ രാക്ഷസൻ അവിടെ ഒരു ചുഴലിക്കാറ്റായിട്ട് വന്നു. ആമ്പാടിയാകെ പൊടിപടലം കൊണ്ട് നിറച്ചു. ആളുകൾ അത്ഭുതപ്പെട്ടു. ഈ സമയത്ത് കാറ്റായി വന്ന രാക്ഷസൻ കുഞ്ഞിനെ പൊക്കിയെടുത്ത് ആകാശത്തേക്ക് ഉയർന്നു. ഇത് കണ്ട എല്ലാവരും നിലവിളിച്ചു. ഇത് കേട്ട് ഓടിയെത്തിയ യശോദ ബോധം കെട്ട് വീണു. നന്ദഗോപർ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു പാവയെപ്പോലെ നിന്നു. പശുക്കളും കുട്ടികളും ഭയന്ന് 4 ഭാഗത്തേക്കും ഓടി. കുട്ടി മുകളിലെത്തിയപ്പോൾ തൻ്റെ ഭാരം കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അസുരന് കുഞ്ഞിനെ ഉയർത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായി. അവൻ തളർന്നു. തൻ്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന കുഞ്ഞിനെ താഴെ ഇടാൻ നോക്കി. അപ്പോൾ കൃഷ്ണൻ അവൻ്റെ കഴുത്തിനു ചുറ്റും മുറുകെ പിടിച്ചുകൊണ്ട് ഞെരിച്ചുകൊണ്ടിരുന്നു. ജീവൻ പോയപ്പോൾ താഴേക്കിട്ടു. അവൻ ഒരു പാറയുടെ മുകളിൽ മലർന്നടിച്ചു വീണു. കൂടെ അവൻ്റെ മാറിൽ കൃഷ്ണൻ ഒന്നും അറിയാത്തതുപോലെ കളിച്ചു കിടന്നിരുന്നു. ഗോപന്മാർ ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് യശോദയുടെ അടുത്ത് കിടത്തി. സന്തോഷത്താൽ കുഞ്ഞിനെ എടുത്ത് മാറോടണച്ച് പിടിച്ചുകൊണ്ട് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചു. കുട്ടികളെ, എത്ര മായാവികളും ശക്തിയുള്ളവരും ആയാലും ഭഗവാനെ കൊല്ലാൻ പറ്റുകയില്ലെന്ന് മനസ്സിലായല്ലോ. എത്ര ശക്തരായാലും ഭഗവാന്റെ മുൻപിൽ വളരെ നിസ്സാരന്മാരാണെന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഇവരെല്ലാം ഭഗവാന്റെ കൈകളാൽ മരിച്ചതുകൊണ്ട് ഇവർക്കൊക്കെ മോക്ഷവും ലഭിച്ചു. കംസൻ്റെ ഭഗവാനെ വധിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി. ഇനി നമുക്ക് അടുത്ത കഥയുമായി വരാം. നിർത്തട്ടെ. ഹരി ഓം തത്സത്.